അൽ-അഖ്സ മസ്ജിദ് നിർമ്മിച്ചത് ആരാണ്? ആദം നിർമ്മിച്ചു. പ്രവാചകൻ മുഹമ്മദ് നബി അബൂദറിന്റെ ഹദീസിൽ സഹീഹൈൻ എന്ന ഗ്രന്ഥങ്ങളിൽ പറയുന്നത് മസ്ജിദുൽ ഹറാം എപ്പോൾ നിർമ്മിക്കപ്പെട്ടു എന്ന് ചോദിച്ചു. ഗ്രാൻഡ് മോസ്ക് നിർമ്മിച്ചത് ആരാണ്? അത് നിർമ്മിച്ചത് ആദാമാണെന്ന് പറഞ്ഞു. അയാൾ ചോദിച്ചു, അൽ-അഖ്സ മസ്ജിദിൽ നിന്ന് എത്ര ദൂരമുണ്ട്? അവൻ പറഞ്ഞു, അവയുടെ ഇടയിൽ 40 വർഷം വ്യത്യാസമുണ്ട്. സുലൈമാൻ ഹേഗൽ അഥവാ അൽ-അഖ്സ മസ്ജിദ് സുലൈമാൻ നിർമ്മിച്ചതാണെന്ന് അവകാശപ്പെടുന്നവർക്കുള്ള മറുപടിയാണ് ഇത്. ആദാം നിർമ്മിച്ചു. അവനെ ആജ്ഞാപിച്ചത് സർവ്വലോകങ്ങളുടെ രക്ഷിതാവാണ്. അതിനാൽ ആദാം നിർമ്മിച്ചതിനാൽ അൽ-അഖ്സ മസ്ജിദ് ഇസ്ലാമിന്റെയും മുസ്ലിംകളുടെയും ഉടമസ്ഥതയിലായിരിക്കും ഖിയാമത്ത് വരെ. ചിലർക്ക് ഇതൊന്നും മനസ്സിലാവുന്നില്ല. ഇപ്പോൾ അൽ-അഖ്സ മസ്ജിദിന്റെ ഉത്തരവാദിത്വം ആരാണ്? ഓരോ പ്രവാചകനും വരുമ്പോൾ അവനാണ് ഉത്തരവാദി. അർത്ഥം, നാം നൂഹിന്റെ കാലഘട്ടത്തിൽ ആയിരുന്നെങ്കിൽ അൽ-അഖ്സ മസ്ജിദിന്റെ ഉത്തരവാദിത്വം ആരുടേതായിരിക്കും? നൂഹ് അലൈഹിസ്സലാം. നാം ദാവൂദിന്റെ കാലഘട്ടത്തിൽ ആയിരുന്നെങ്കിൽ ഉത്തരവാദി ആരാണ്? ദാവൂദ്, മൂസ. എന്നാൽ പ്രവാചകത്വം മുഹമ്മദ് നബി വഴി അവസാനിച്ചു. ഇപ്പോൾ മസ്ജിദിന്റെ ഉത്തരവാദിത്വം ആരാണ്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഉമ്മയാണ് അതിന്റെ ഉത്തരവാദിത്വം വഹിക്കേണ്ടതെന്നതിന്റെ തെളിവ് ഇതാണ്. എന്തുകൊണ്ടാണ് അല്ലാഹു തന്റെ പ്രവാചകനെ ഇസ്രാ യാത്രയ്ക്ക് കൊണ്ടുപോയത്? തന്റെ ദാസനെ രാത്രിയിൽ യാത്രയാക്കിയവനാണ് മഹത്വം. അല്ലാഹു നബിയെ നേരിട്ട് മക്കയിൽ നിന്ന് ആകാശത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയില്ലേ? എങ്കിൽ എന്തുകൊണ്ടാണ് അൽ-അഖ്സ മസ്ജിദിലേക്ക് കൊണ്ടുപോയത്? അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ ഉമ്മയെയും ഈ മസ്ജിദ് നിങ്ങളുടെ കണ്ണുകളിൽ നിന്ന് മറയരുത്, അൽ-അഖ്സ മസ്ജിദ് മറക്കരുത് എന്ന് പറയാനാണ്. അല്ലാഹുവിന് കഴിയില്ലേ മുഹമ്മദ് നിന്നെ കൻബയിൽ നിന്ന് നേരിട്ട് ആകാശത്തിലേക്ക് കൊണ്ടുപോകാൻ? കഴിയും. കൂടാതെ മിറ്റാജ് കഴിഞ്ഞ് ആകാശത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ വീണ്ടും അൽ-അഖ്സ മസ്ജിദിലേക്കാണ് ഇറങ്ങിയത്. ഇതിൽ ഒരു വ്യക്തമായ സന്ദേശമുണ്ട്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ-അഖ്സ മസ്ജിദിലേക്ക് ഇസ്രാ യാത്രയിൽ കൊണ്ടുപോകപ്പെട്ടപ്പോൾ പറഞ്ഞത്, ഞാൻ ബുരാഖ് എന്ന കുതിരയിൽ കയറി. ബുരാഖ് എന്നത് ജിബ്രയിൽ കൊണ്ടുവന്ന ഒരു മൃഗമാണ്. നബി പറഞ്ഞു, അത് കുതിരയേക്കാൾ വലുതും കഴുതയേക്കാൾ ചെറുതുമാണ് എന്നാണ് സഹാബാക്കൾക്ക് അതിനെ വിവരണം ചെയ്തപ്പോൾ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു, അതിന്റെ കാൽവിരൽ ദൂരത്തോളം എത്തും, അതായത് അതിവേഗത്തിൽ സഞ്ചരിക്കും. അദ്ദേഹം പറഞ്ഞു, രാത്രി അൽ-അഖ്സ മസ്ജിദിൽ എത്തുമ്പോൾ ഞാൻ ഇറങ്ങി ബുരാഖിനെ പിടിച്ചു, അതിനെ കെട്ടി. ബുരാഖിനെ കെട്ടിയതെല്ലാം ഭൂമിയിൽ നടന്ന ഏറ്റവും വലിയ സമ്മേളനവും ലോകം കണ്ട ഏറ്റവും ഉത്തമമായ യോഗവും നടന്ന സ്ഥലത്താണ്. അത് അത്രയും മഹത്തായ ഒരു യോഗമായിരുന്നു. നബി പറയുന്നു, ഞാൻ മസ്ജിദിൽ കയറി. അപ്പോൾ ആദം മുതൽ ഈസ അലൈഹിസ്സലാം വരെ എല്ലാ പ്രവാചകന്മാരെയും ഞാൻ കണ്ടു. എല്ലാവരും നിരകളായി നമസ്കാരത്തിന് ഒരുക്കമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോട്ട് പോയി മസ്ജിദിൽ കയറിയപ്പോൾ ജിബ്രയിൽ അവിടെ ഉണ്ടായിരുന്നു. ആരും നമസ്കരിക്കുമോ? ആദമോ നമ്മുടെ പിതാവോ? അവരിൽ ഏറ്റവും മുതിർന്നവനോ? ഇല്ല, നമസ്കരിക്കുന്നത് ഇബ്രാഹിം പ്രവാചകന്മാരുടെ പിതാവാണ്. ജിബ്രയിൽ പറഞ്ഞു, നമസ്കരിക്കൂ മുഹമ്മദ്. അൽ-അഖ്സ മസ്ജിദിൽ പ്രവാചകന്മാരെ നയിച്ച് മുഹമ്മദ് നമസ്കരിച്ചത് എല്ലാ ദൂതന്മാരുടെയും ഒരു സന്ദേശം പോലെ ആയിരുന്നു. മുഹമ്മദ്, ഭൂമിയുടെ നേതൃസ്ഥാനം ഞങ്ങൾ നിനക്ക് കൈമാറും. അൽ-അഖ്സ മസ്ജിദിന്റെ ഉത്തരവാദിത്വവും നിനക്ക് കൈമാറും.